അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ റഹ്മാൻ പൊന്നാനി. പെരുന്നാൾ, വിഷു എല്ലാം കഴിഞ്ഞ്, അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സ്കൂൾ അവധിയാണ്, മാഷന്മാരൊക്കെ ലീവിലാണ്, കുട്ടികളൊക്കെ പല ഭാഗത്തും വിരുന്നും ടൂറും കുടുംബസമേതമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ പൊന്നാനി കർമ്മ റോഡ് നമ്മൾക്കൊക്കെ അറിയാം. ഇനിയും ഒരുപാട് ടൂറിസ്റ്റുകൾ വരും, വമ്പൻ തിരക്കായിരിക്കുക. പെരുന്നാളിൻ്റെ അന്ന്, വിഷുവിൻ്റെ അന്നൊക്കെ പൊന്നാനി ചന്തപ്പടി ഭാഗം, കുറ്റിക്കാട് അവിടെയൊക്കെ ബ്ലോക്കായിരുന്നു. ഇതിപ്പോൾ ഇനിയും കൂടും. ബോട്ട് സർവീസൊക്കെ തുടങ്ങിയാൽ ജനങ്ങൾ അത്രയും പുറത്തുനിന്നൊക്കെ ഇപ്പം വരുന്ന മാതിരി കൂടുതൽ വരും. അപ്പോൾ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആളുകൾ, അധികാരികൾ അത് വൺ വേ ആക്കാനുള്ളൊരു സംവിധാനം അറിയില്ല. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോടും കൂടുതൽ ആളുകളൊക്കെ പറഞ്ഞ്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് പറയുന്ന വിഷയം എളുപ്പമല്ല എന്നറിയാം. അപ്പോൾ ചില നാട്ടുകാർ പറയുന്നു 4 വരി പാതൊക്കെ ഇപ്പോൾ എത്ര പെട്ടെന്നാണത് യാഥാർത്ഥ്യമാക്കിയത്, എവിടെ നിന്നൊക്കെ സ്ഥലം കിട്ടി. അപ്പോൾ പണച്ചെലവുണ്ട്, അതിന് നല്ല ബുദ്ധി ഉപയോഗിക്കണം. കർമ്മയിലേക്ക് ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ വേറൊരു ഭാഗത്ത് കൂടെ തിരിച്ചു പോകേണ്ട ഒരു സംവിധാനം, അതിന് കുറച്ച് മെനക്കെടാണ്. നാട്ടുകാർ പറഞ്ഞതോടെ ഞാൻ പറഞ്ഞ്. എന്നാലും ഒരു ആഗ്രഹം, എല്ലാവരെ പോലെ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. തിരക്കൊഴിവാകും. തന്നെയല്ല, ഈ ബ്ലോക്കായി കിടക്കുന്ന വീട്ടിലൊക്കെ ആർക്കെങ്കിലും അസുഖം പെട്ടിട്ടുണ്ടെങ്കിൽ കുറ്റിക്കാട്, ചന്തപ്പടി, അതുപോലെ കുറേ വഴികളുണ്ടല്ലോ, അവിടെയൊക്കെ ആകെ ബ്ലോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഇനിയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗത്തുള്ള ഏതെങ്കിലും വീട്ടിൽ വലിയൊരു അസുഖത്തിൽപ്പെട്ട് ആർക്കും അസുഖം വരാതിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. വരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വല്ല ഹോസ്പിറ്റൽ കേസ് വന്നാൽ ആ വീട്ടുകാർക്ക് പോലും അവിടുന്ന് ആ രോഗിനായിട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റില്ല. ഇപ്പം തന്നെ അതിന് ശ്രമം നടത്തിയാലേ അധികാരികൾ അത് ഏറെക്കുറെ വിജയിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയാൽ പിന്നെ മറ്റുള്ള വഴികളിലൊക്കെ ക്യാമറ കണ്ട് വെച്ചാൽ മതി. ഒരു ഫൈനൊക്കെ കണ്ട് അടിച്ചു കൊടുക്കുക. പക്ഷെ ആദ്യം സംവിധാനം കർമ്മയിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യാം, എങ്ങനെ പുറത്തോട്ട് പോകാം, ഇതൊക്കെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതോടുകൂടി അതിന് സമയമെടുക്കും. അതിനൊരുപാട് കടമ്പകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ നന്നാകും. ഇതിപ്പോൾ ആകെ ബ്ലോക്കാണ്. പിന്നാണെങ്കിൽ കലീച്ചുമലിൻ്റെ അടുത്തവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഭയങ്കര ബ്ലോക്കിംഗ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. റോഡ് പണി നടത്താതിരിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കർമ്മ റോഡ് ചലഞ്ച് ബോട്ട് സർവീസ് പാടെ തുടങ്ങിയാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇനിയും വരും. ഇപ്പം തന്നെ അവിടെ പെരുന്നാളിനും വിഷു, അതിൻ്റെ മുമ്പ് സ്കൂളൊക്കെ വെക്കേഷനാണ്, ആകെ വമ്പൻ തിരക്കാണ്. പെട്ടുപോയവരുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുടുംബസമേതം പോകുമ്പോൾ പ്രായമുള്ള ഉമ്മമാർ, അമ്മമാർ, ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അവരെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി പോകേണ്ട അവർക്കും ആഗ്രഹം ഉണ്ടാകും എന്ന് കരുതി കൂടെ കൊണ്ടുപോയിട്ട് തിരിച്ച് വണ്ടി കിട്ടാതെ, ഓട്ടോ പോലും കിട്ടാനില്ല. കാരണം അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകാനും പറ്റില്ല, അത്ര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേ. അധികാരികളൊക്കെ ഒന്ന് ബുദ്ധിപൂർവം, ഇതിനിപ്പോൾ പൈസക്കും ചിലവുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇത്രയും ഈ കർമ്മ റോഡ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലൊന്നും ആ ഭാഗത്തൊരു മനുഷ്യൻ പോകില്ല. കുറുക്കനും ആകെ പ്രശ്നമായി. ഇപ്പോൾ ആ സ്ഥലം എന്താണ്. അപ്പോൾ അതുപോലെ വൺ വേ ആക്കാൻ അധികാരികൾ വിചാരിച്ചാൽ, ഇപ്പം കർമ്മ റോഡിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നും കൂടി ഇതിനൊന്ന് അടിപൊളിയാക്കിയാൽ സൂപ്പറാണ്. ടൂറിസ്റ്റുകൾ ഇനിയും വരും. പൊന്നാനി 1 നമ്പറാണ്. കാരണം എന്താ അറിയോ, ഇതും കൂടി ഒന്ന് ശരിയാക്കിയാൽ, ഏത് വൺ വേ ആൾക്കാർ കർമ്മയിലേക്ക് പോകുന്നത് ഒരു വഴി കണ്ടെത്തണം, തിരിച്ച് പുറത്ത് പോകുന്നത് ഒന്ന്. അല്ലാതെ കിട്ടിയ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പോകുന്നത്, വണ്ടി വരുന്നത് ബ്ലോക്കാവുന്നു. അതിന് പരിഹാരം കാണുകയാണെങ്കിൽ
വളരെ നന്നാകും എന്നാണ് തോന്നുന്നത്. നടക്കുമോ ഇല്ല അറിയില്ല, ആഗ്രഹം പറയാലോ. ഒരുപാട് അനുഭവപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടാനൊക്കെ ഒരുപാട് പ്രശ്നമായിട്ട് ഒരുപാട് കുടുംബങ്ങൾ പെട്ടുകിടന്ന് സ്ഥിരം അറിയുന്ന ഓട്ടക്കാർക്ക് പോലും വിളിച്ചിട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇത് പറയാതെ എല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് വന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടിയായിട്ട് അവർക്കും ഒരുപാട് തിരിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടായി. ഇതിൻ്റെ അകത്തോട്ട് കർമ്മയിലേക്ക് പ്രവേശിക്കാനും പറ്റാത്തൊരു ചുറ്റുപാടുണ്ടായിരുന്നു. അത്ര തിരക്കുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അധികാരികളൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇത് ഒരു പരാതിയല്ല, ഒരു ആഗ്രഹമാണ്. പൊന്നാനിക്കാരൻ എന്നുള്ള നിലക്ക് വളരെ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ. പിന്നെ ആർക്കും ദേഷ്യം പിടിക്കണ്ട. ഒരു ക്യാമറ ഒക്കെ വെച്ച് ഫൈൻ അടിക്കാം, ഇന്ന ഭാഗത്ത് കൂടെ പോകണ്ട, അത് നമ്മൾക്കും ബാധകമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം പാടാൻ അറിയാം. കൂടുതലായിട്ട് ഈ വീഡിയോയിലൊന്നും പറയാനില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കർമ്മ റോട്ടിൽ രണ്ടുമൂന്ന് ചെറിയ ചെറിയ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. മസ്സലാമ. ആര് ഇവിടെ ചെറുതോടെ ഓനോടെ ചെറുത് വേണ്ട.